ഹലോ അസ്സാം വലൈക്കും. ഷബു റിയാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ 2 മുട്ട എടുത്ത് ബുൾസൈ ഉണ്ടാക്കി പാല് ചൂടാക്കി മോൾക്ക് കൊടുത്തു. അതിനുശേഷം ഞാൻ കരുതി കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന്. കാരണം രാത്രി മോള് പറയുന്നുണ്ട് എനിക്ക് രാവിലെ ഇഡ്ഡലി വേണമെന്ന്. അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽമയുടെ റെഡിമെയ്ഡ് ഇഡ്ഡലി ആൻഡ് ദോശ മാവാണ്. അരിയും ഉഴുന്നും അരച്ച് പുളിപ്പിക്കാൻ കാത്തിരിക്കാതെ തന്നെ എളുപ്പത്തിൽ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പാത്രം എടുത്ത് കുറച്ച് ബാറ്റർ ഞാൻ അതിലേക്ക് ഒഴിച്ചു. ബാക്കി വരുന്ന ഭാഗം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറച്ചധികം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇഡ്ഡലി തട്ടെടുത്തു. അതിലേക്ക് അല്പം എണ്ണ തൂവിക്കൊടുത്തു. ശേഷം ഓരോ കുഴികളിലായി കുറച്ച് ബാറ്ററായി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇത് വേവിക്കാനായി അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി ആവുന്നതുവരെ നമുക്ക് ഇഡ്ഡലി കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം. ആ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ അല്പം തേങ്ങ എടുത്തു, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, അല്പം ഉപ്പ്, ഒരിത്തിരി പഞ്ചസാര, അല്പം ചെറുനാരങ്ങ നീര് എല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തു. പിന്നെ ഇന്നലെ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് കല്ലുമ്മക്കായ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനടുത്ത് നമുക്ക് കുറച്ച് കല്ലുമ്മക്കായ് ഫ്രൈ ഉണ്ടാക്കാം. കാരണം മോൾക്ക് ഇഡ്ഡലി ആണെങ്കിൽ ഹസ്ബൻഡിനും ചപ്പാത്തിയും കല്ലുമ്മക്കായ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി. ഹസ്ബൻഡ് അരിഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അതിനായി കല്ലുമ്മക്കായിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ച് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ മാറ്റി വെക്കുക. ശേഷം അതിനാവശ്യമായ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, ക്യാപ്സിക്കം എന്നിവ മാറ്റി വെക്കുക. പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരോടും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം മാറ്റിവെച്ച കല്ലുമ്മക്കായ് എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കല്ലുമ്മക്കായ് ഒരു 10-15 മിനിറ്റ് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് അടുപ്പത്ത് വേറൊരു പാൻ വെക്കാം. അങ്ങനെ കല്ലുമ്മക്കായ് ഏകദേശം ഫ്രൈ ആയി കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പത്ത് വേറൊരു പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുന്നതിന് ശേഷം കുറച്ച് ഉള്ളിയും ഒരിത്തിരി ഉപ്പും കൂട്ടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓവറായിട്ട് വഴറ്റി വരണമെന്ന് ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി, കറിവേപ്പില, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനിടയിൽ എൻ്റെ കല്ലുമ്മക്കായ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ശേഷം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ആയതിനു ശേഷം ഒരു 10 മിനിറ്റ് അടിച്ച് വേവിക്കാവുന്നതാണ്. അങ്ങനെ 10 മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കായി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മല്ലിയും മുളകും വറുത്ത് പൊടിച്ച ഒരു പൊടിയാണ് ആദ്യമായിട്ട് ഞാൻ 1 സ്പൂൺ ചേർക്കുന്നത്. അതിനുശേഷം വറുക്കാത്ത മല്ലിയും 1 സ്പൂൺ ചേർത്തു. പിന്നെ കുറച്ച് ഗരം മസാലയും അല്പം വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് മുന്നേ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായ് ഇട്ടത് കൊടുത്തതിന് ശേഷം വീണ്ടും പൊടികളിട്ട് ഒരു വഴറ്റുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. അത് പിന്നെ ഇതിലേക്ക് അങ്ങ് ആഡായിപ്പോയി. ഇനി അത് ക്ലിയർ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിച്ചു കളയുക. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ സ്വാഭാവികമാണല്ലോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഇട്ടിട്ട് കൊടുത്തു. പിന്നെ ഒരു മല്ലിയിലയും ഇട്ട് കൊടുത്തു. അങ്ങനെ നന്നായി ഇളക്കി 10 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആശീർവാദ ആട്ടയാണ്. ഒരു ബൗളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുത്തു. പിന്നെ കുറച്ച് ബൗളുകളാക്കി മാറ്റി നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാം. അതിനായി ഞാൻ ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. അതിലോരോന്നായിട്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം.
അങ്ങനെ നല്ല മയമുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. അപ്പോൾ നല്ല ചപ്പാത്തിയും കല്ലുമ്മക്കായ് ഫ്രൈയും ഇഡലിയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ ഈ ഇഡ്ഡലിയും ചമ്മന്തിയും എൻ്റെ മോൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. അവൾ തന്നിട്ടുള്ള അവളുടെ മുഖത്തുള്ള എക്സ്പ്രഷനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇത് എൻ്റെ മോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബായ്.